സാധുവായ സാധുവിന്റെ തിരോധാനവും സാധുവിനെ പിന്നെ തിരികെ കിട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ. എന്തായാലും ആനയെ തിരികെ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് ആശ്വാസമാണ്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ അവനെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. കുറച്ച് കുത്തൊക്കെ ഏറ്റിട്ടുണ്ട്, പക്ഷേ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അറിയുന്നത്. വിഷ്ണു പ്രകാശ് കൂടിയുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. വിഷ്ണു, ഈ എന്താണ് ഇപ്പോൾ ആനയെ തിരികെ കിട്ടിയിരിക്കുന്നത്? ഇനിയിപ്പോൾ അതായത് നേരത്തെ ഇതിൽ എന്തെങ്കിലും നടപടിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? മറ്റൊരു കാര്യം, ആനയെ പരിശോധന നടത്തുമെന്നുള്ള കാര്യം പറയുന്നു. ഇപ്പോൾ എവിടെയെങ്കിലും പരിശോധനയ്ക്കായിട്ട് ആ സ്ഥലത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അക്ഷയ, ആനയെ ലഭിച്ചു. ആനയെ ഇപ്പോൾ പ്രാഥമികമായി കിട്ടിയെടുത്ത് വെച്ച് തന്നെ ചെറിയ പരിശോധന നടത്തിയിരുന്നു. അതിൽ ആനയ്ക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ആന പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് പറഞ്ഞത്. ഏതായാലും ആനയെ നിലവിൽ മൂന്നാർക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഒരു നടപടിക്രമം എന്ന് പറഞ്ഞാൽ ആന ഉടമയുടെ കയ്യിലുള്ള ആനയുടെ രേഖകൾ ഫോറസ്റ്റ് ഓഫീസറെ കാണിക്കണം. ഏതായാലും ആ രേഖകൾ അടക്കമാണ് ഉടമ വന്നിരിക്കുന്നതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം രേഖകളെല്ലാം സമർപ്പിച്ച ശേഷം ഈ ആനയെ ഈ മറ്റു ചടങ്ങുകളിൽ നിന്നെല്ലാം, അതായത് ഈ നടപടിക്രമങ്ങളിൽ നിന്നെല്ലാം ആന മോചിതനാകും. ഏതായാലും ആനയെ ഇപ്പോൾ മൂന്നാറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമ്മോടൊപ്പം ഇപ്പോൾ ഈ ആനയെ കണ്ടെത്തുന്നതിൽ നിർണായകമായ ഈ ഒരു ദൗത്യത്തിൽ പങ്കെടുത്ത വനവകുപ്പിന്റെ തന്നെ ഉദ്യോഗസ്ഥർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, നിങ്ങൾ ഈ ഒരു ഉദ്യമത്തിലുണ്ടായിരുന്നായിരുന്നു. അതെ അതെ. എങ്ങനെയാണ് ഇപ്പോൾ ആനയെ കണ്ടെത്തിയത്? എങ്ങനെയായിരുന്നു ആനയെ കണ്ടെത്തിയത്? ആനയുടെ പക്ക് മാർക്ക് നോക്കിയിട്ട് നമ്മൾ ഇന്ന് രാവിലെ 6 മണിക്കാണ് ഈ ദൗത്യം വീണ്ടും തുടങ്ങിയത്. അപ്പോൾ പക്ക് മാർക്ക് നോക്കിയിട്ട് അതിൻ്റെ പുറകെ നടന്നിട്ടാണ് നമ്മളിതിനെ കണ്ടെത്തിയത്. അപ്പോൾ നമ്മളൊരു 50 പേരടങ്ങുന്നൊരു ടീമിനെയാണ് തൊണ്ടത്തിൽ റേഞ്ച് ഓഫീസർ ഈ ദൗത്യം ഏൽപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 3-4 ടീമായിട്ട് തിരിഞ്ഞ് പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടാണ് ഇത് കണ്ടെത്തിയത്. ഈ ആനയെ കണ്ടെത്തുമ്പോൾ ആന എങ്ങനെയായിരുന്നു? ആനയുടെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? പൊതുവെ ഒരു കുഴപ്പമില്ലായിരുന്നു, ആരോഗ്യമായി തന്നെയായിരുന്നു. ആന ഭയം ഒന്നും ഉണ്ടായിരുന്നില്ല? ഒരു കുഴപ്പമില്ലായിരുന്നു, എല്ലാം നോർമലായിട്ട് തന്നെ. പക്ഷെ നാട്ടിൽ നിന്ന് ഒരു ആന ആയതുകൊണ്ട് തന്നെ കാട്ടിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ 6 മണിക്ക് തുടങ്ങിയ തിരച്ചിലായിരുന്നു. അത് ഇത്രയും ഒരു ചെറിയ ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ആന ഇപ്പോൾ കണ്ടെത്തുന്നതിനായിട്ട് 6 മണി തൊട്ടൊരു സമയത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏത് തരത്തിലായിരുന്നു ആദ്യം അന്വേഷണം തുടങ്ങുന്നത്? നിലവിൽ എന്ന് പറയാൻ നേരത്ത് ഇപ്പം 6 മണിക്ക് എല്ലാവരും വന്നെങ്കിൽ തന്നെയും നമ്മൾ 1.5 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയതിന് ശേഷമാണ് ആനയെ നമുക്ക് കണ്ടുകിട്ടുന്നത്. അപ്പോൾ കണ്ടുകിട്ടിയതിന് ശേഷം നമ്മുടെ കൂട്ടത്തിൽ 2-ാം പാപ്പനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം 1-ാം പാപ്പനെ വിളിച്ചിട്ടാണ് ആനയെ നമ്മൾ പിന്നെ കാലിൽ കയറുകൊണ്ട് ബന്ധിച്ചിട്ടാണ് അവിടെ നിർത്തിയിരുന്നത്. ആനയെ വിളിച്ച് പാപ്പാൻ വിളിക്കുമ്പോൾ തന്നെ പാപ്പാനാണ് ആദ്യം തിരിച്ചറിഞ്ഞത്. ഈ ആനയുടെ പേര് സാധു എന്നാണ്. അപ്പോൾ ആ സാധു എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയുള്ള ആനയാണ്. അപ്പോൾ ഒരു പാവപ്പെട്ട ആനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാപ്പാൻ വിളിച്ച സമയത്ത് തന്നെ ആന അവിടെ നിൽക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ കാണുന്ന സമയത്ത് ആന ഇങ്ങനെ അവിടെ പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. പുല്ല് ഉള്ള ഒരു ചതുപ്പായിരുന്നു. അപ്പോൾ ആ ചതുപ്പിൽ വളരെ സൗമ്യനായിട്ട് നിൽക്കുന്നൊരു സമയത്താണ് നമ്മൾ ചെന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ 1-ാം പാപ്പനെ വിളിച്ചു വരുത്തിയിട്ട് ആനയുടെ പേര് ചൊല്ലി 1-ാം പാപ്പൻ വിളിച്ചപ്പോൾ തന്നെ ആന അവിടെ നിൽക്കുകയാണ് ചെയ്തത്. ആന വേറെ ഓടി മാറാനോ അങ്ങനെ ഭയത്തോടെ മുന്നോട്ട് പോകാനോ ഒന്നും ശ്രമിച്ചില്ല. അപ്പോൾ പാപ്പാന്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ആന ശാന്തനായി അവിടെ നിൽക്കുമായിരുന്നു. ഒരുപാട് കാട്ടിലോട്ട് കയറിയിരുന്നു ആന. ഒരുപാട് കാട്ടിലോട്ട് കയറില്ല. ഭൂത്തങ്ങാട്ട് സ്റ്റേഷന്റെ കാര്യമേ പറയാനുള്ളൂ സാധുവിനെ പറ്റി. പാവപ്പെട്ട ഒരു ആനയാണ്, സാധുവാണ്, പേര് അനർത്ഥമാക്കുന്ന പോലത്തെ ഒരു ആനയാണ്. അങ്ങനെ എല്ലാവർക്കും നല്ലത് മാത്രമേ ആനയെ പറ്റി പറയാനുള്ളൂ. സാധുവിന് എന്തായാലും ഒരു പരിക്കുകളൊന്നും ഇല്ലാതെ സാധുവിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇനി ആരോഗ്യ പരിശോധന നടക്കും.